जय जय बीजेपी, जय जय भारत माता, जय जय नरेंद्र मोदी, जय जय स्मृति ईरानी. ഈ വേദിയിൽ അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി എൻഡിഎയുടെ പ്രിയങ്കരിയായ ശ്രീമതി ML അശ്വിനി അവർകളെ ക്ഷണിക്കുകയാണ്. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഈ പ്രോഗ്രാമിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പ്രോഗ്രാമിന് ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നിട്ടുള്ള ബഹുമാന്യ ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ചൈൽഡ് ആൻഡ് ഡെവലപ്മെന്റ് स्मृति ईरानी जी, अमेठी की रानी स्मृति ईरानी जी के लिए a hearty welcome to the കാസർഗോഡ് district. അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്മൃതി ഇറാനി ജിയെ കുറിച്ച് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ യുണീക്ക് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. കോൺഗ്രസിന്റെ രാജകുമാര എന്നവർ പറയുന്ന രാഹുൽ ഗാന്ധിയെ അമേഠിന് പരാജയപ്പെടുത്തിട്ട് വയനാട്ടേക്ക് ഓടിച്ച ധീര വനിതയാണ് സ്മൃതി ഇറാനി ജി. ഇപ്പോ ഇവിടെ കാസർഗോഡിൽ രണ്ട് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ ഓടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനർജി കൂട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സ്മൃതി ഇറാനിജിക്ക് താങ്ക് യു സ്മൃതി ഇറാനിജി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിന്റെ ഈ കഴിഞ്ഞ 35 to 40 ഇയേഴ്സിന്റെ എങ്ങനെ ഉണ്ടായോ അതേപോലെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. കുറച്ച് പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്, വെഹിക്കിൾസ് കൂടിയിട്ടുണ്ട്. എന്താണ് നമുക്ക് ഡെവലപ്മെന്റ്സ് ഇവിടെ ആയിട്ടുള്ളത്? ഇന്ന് ഇപ്പോഴും പോലും നമ്മള് കുട്ടികള് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കർണാടകയാണ് നമ്മൾ ആശ്രയിക്കുന്നുള്ളത്. എന്തെങ്കിലും എമർജൻസി കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കർണാടകയാണ് നമ്മൾ ആശ്രയിക്കുന്നുള്ളത്. കാസർഗോഡ് നിരവധി വാട്ടർ റിസോഴ്സസ് ഉണ്ട്, പക്ഷെ ഇപ്പോഴും നമുക്ക് കുടിവെള്ളത്തിന്റെ ക്ഷാമമുണ്ട്. IT പാർക്സ് ഇല്ല, സ്റ്റേഡിയംസ് ഇല്ല, അതേപോലെ നിരവധി കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷെ എവിടെയാണ് ഡെവലപ്മെന്റ്സ്? ഈ LDFും പിന്നെ UDFും മാറി മാറി ഭരിച്ചിട്ട് നമുക്ക് കാസർഗോഡിൽ ഡെവലപ്മെന്റ്സ് കാണാത്ത പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഡെവലപ്മെന്റ്സ് നമ്മളെ കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് മാറണ്ടേ? നമ്മളെ കുട്ടികൾക്ക് ഒരു നല്ല കോളേജസ് വേണ്ടേ? നമുക്ക് ഹോസ്പിറ്റൽ വേണ്ടേ? കുടിവെള്ളത്തെ പദ്ധതി വേണ്ടേ? അതേപോലെ നമുക്ക് ഇപ്പോ കുട്ടികൾ പഠിച്ചിട്ട് ഇതേ ഓപ്പസ് നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? പിന്നെയും എൻ്റെ ഇവിടെയുള്ള ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്സ് ആവട്ടും അല്ലെങ്കിൽ പുറത്ത് ഉള്ള ഗൾഫ് കൺട്രീസ് ആണ് പോകുന്നുള്ളത്. നമ്മളെ കുട്ടികൾ നമ്മളെ വിട്ടിട്ട് പുറത്തു നാട്ടിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മളെ കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നത്? എല്ലാ അമ്മമാർ ആഗ്രഹമല്ലേ നമ്മളെ കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടാവണമെന്ന്? അപ്പൊ നമുക്കൊരു മാറ്റങ്ങൾ വേണ്ടേ? വേണ്ടേ? അതെ, നമുക്കിപ്പോ കാസർഗോഡ് ജനങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ്. അവർക്ക് മാറ്റങ്ങൾ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നരേന്ദ്രമോദിജി 2014 ശേഷം ഇവിടെ പ്രധാനമന്ത്രി വന്ന പിന്നെ നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് വിമൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്വച്ഛ് ഭാരത് അഭിയാൻ ആണ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആണ്, ജൻധൻ അക്കൗണ്ട് ആണ്, സുകന്യ സമൃദ്ധി യോജന ആണ്, ഉജാല യോജന, ഉജ്വൽ യോജന, ഇങ്ങനെ നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ട് ഞങ്ങൾ സക്സസ്ഫുൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കാസർഗോഡിൽ ബിഗ് സീറോ ആണ് നമ്മൾ. അപ്പോ ഇവിടുന്ന് ഒരു താമര ചിഹ്നയിൽ ജയിച്ചു പോയിട്ട് പാർലമെന്റിൽ ഇരുന്നെങ്കിൽ മാത്രം നമുക്ക് നമ്മളെ കാസർഗോഡിന്റെ ഒരു പുതിയതായ കാസർഗോഡ് നോക്കാൻ സാധ്യമുണ്ട്. അപ്പോ എല്ലാവരിലും എന്റെ അഭ്യർത്ഥനമാണ്, എല്ലാവരും ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട്
താമര ചിഹ്നമായിട്ടുള്ള NDA സ്ഥാനാർത്ഥിയുടെ താമര ചിഹ്നക്ക് വോട്ട് ചെയ്യുക എന്ന്. നമ്മൾ ജസ്റ്റ് ഡെവലപ്മെന്റ് ഫോർ കാസർഗോഡ്, കൈൻഡ്ലി തിങ്ക് ഓവർ വൺസ് അഗൈൻ ആൻഡ് വോട്ട് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കാസർഗോഡ്. മോദിജിയുടെ ഗ്യാരണ്ടി എന്റെ ഉറപ്പാണ്. തീർച്ചയായിട്ടും 5 വർഷക്കാലം എന്റെ കയ്യിൽ കാസർഗോഡ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഈ കാസർഗോഡിന്റെ പുതിയ മുഖം കാണാൻ സാധിക്കും. അപ്പോ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, താമര ചിഹ്നക്ക് വോട്ട് ചെയ്യുക, എന്നെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത് മാതേ.